പ്രിയമുള്ളവരെ, പല പ്രസംഗങ്ങളും വിശുദ്ധ വേദപുസ്തകത്തിൽ ഉണ്ട്. എവിടെയൊക്കെയാ? ദീർഘമാകുന്ന പ്രഭാഷണങ്ങളുണ്ട്. കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തെ നമുക്കെല്ലാവർക്കും അറിയാം. ദീർഘമാകുന്ന പ്രഭാഷണങ്ങൾ, ദൈർഘ്യം കുറഞ്ഞത് എന്ന് വേണ്ട, പലതരത്തിൽ നമുക്ക് ആവശ്യമാകുന്ന നന്മകളുടെ പ്രഭാഷണങ്ങൾ ഉണ്ട്. അപ്പോസ്തല പ്രവൃത്തികളിലും പ്രഭാഷണങ്ങൾ പലതുണ്ട്. പെന്തക്കോസ്ത് ദിവസം പത്രോസിന്റെ പ്രഭാഷണം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. എന്നാൽ പത്രോസിന്റെ പ്രഭാഷണത്തെയോ പ്രസംഗത്തെക്കാൾ 2 മടങ്ങ് അധികമുള്ള ദൈർഘ്യമേറിയ ഒരു പ്രഭാഷണത്തിന് ഉടമയാണ് സ്തെഫാനോസ് എന്ന് പറയുന്നത്. സ്തെഫാനോസിന്റെ പ്രഭാഷണത്തിന്റെ പ്രത്യേകത, ഇറ്റ് ഫോക്കസ്ഡ് മെയിൻലി ഓൺ ലാൻഡ്. നിലത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു, ഭൂമിക്ക് പ്രാധാന്യം കൊടുത്തു. ഇറ്റ് ഫോക്കസ്ഡ് ഓൺ ദി ടെമ്പിൾ. ദേവാലയത്തിന് പ്രാധാന്യം കൊടുത്തുള്ള പ്രസംഗം. 3, ഇറ്റ് ഫോക്കസ്ഡ് ഓൺ ദി ലോ. നിയമ വ്യവസ്ഥിതികൾക്ക് പ്രാധാന്യം കൊടുത്തുള്ള പ്രസംഗം. മാത്രമല്ല, പഴയ നിയമ കാലഘട്ടം മുതൽ ഈ പ്രസംഗത്തിൽ കടന്നു വന്നു എന്നുള്ളത് നമുക്ക് ഈ പ്രസംഗത്തിന്റെ പ്രത്യേകതയായിട്ട് കാണാം.